ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ 4 ട്രേഡിംഗ് സെഷനിൽ വലിയ ഫോളാണ് IT സ്റ്റോക്കുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ IT ഇൻഡെക്സ് ഏകദേശം 6.4% കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിൽ ഇടിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നടന്ന ഒരു വാല്യൂ ബൈങ്ങും അതുപോലെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു റിലീഫ് റാലിയും കാരണം ഏകദേശം 4.6% ഒരു റിക്കവറിയാണ് ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ IT ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപ്സൈഡ് മൂവ് നിഫ്റ്റി 50 ഏകദേശം 24,175 എന്ന ലെവലിൽ ക്ലോസ് ചെയ്യാൻ ഇപ്പോൾ സഹായിച്ചിരിക്കുകയാണ്. നിഫ്റ്റി 50യിൽ ഇന്ന് വലിയ നേട്ടം ഉണ്ടാക്കിയ ടോപ്പ് 6 സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 സ്റ്റോക്കുകളും IT ജയന്റുകളാണെന്ന് കാണാം. ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, HCL ടെക്, TCS, വിപ്രോ. അപ്പോൾ 4% മുതൽ 5% വരെയുള്ള ഒരു മൂവാണ് ഈ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് ഗ്ലോബൽ ക്യൂസ് ഒക്കെ മോശമായിരുന്നു. ഇന്നലെ US മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. കൂടാതെ ഏഷ്യൻ മാർക്കറ്റിൽ കോസ്പി 5% കൂടുതൽ ഇടിഞ്ഞിരുന്നു. ജപ്പാന്റെ നിക്കി 2% ഇടിഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ ക്യൂസ് മോശമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഗ്ലോബൽ ചിപ്പ് നിർമ്മാതാക്കളായിട്ടുള്ള ബ്രോഡ്കോം പുറത്തുവിട്ട അവരുടെ റവന്യൂ ഗൈഡൻസ് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായിരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു റെവല്യൂഷന്റെ പേരിൽ കഴിഞ്ഞ മാസങ്ങളിൽ കുതിച്ചുയർന്ന ചിപ്പ് കമ്പനികൾക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു വളർച്ച ഉണ്ടാകുമെന്ന ആശങ്ക ഇൻവെസ്റ്റേഴ്സിനെ വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണമാണ് ഇന്നലെ US പ്രധാനപ്പെട്ട AI സ്റ്റോക്കുകളായിട്ടുള്ള മൈക്രോൺ, ഇന്റൽ, AMD, NVIDIA തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ഒരു ഇടിവുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് നേരിട്ടിട്ട് സെമി കണ്ടക്ടർ ചിപ്പ് മേഖലയിൽ ശക്തമായിട്ട് കുതിക്കുന്ന കൊറിയ, ജപ്പാൻ മാർക്കറ്റിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയും ശക്തമായ ഫോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെ പുതിയ US ഫെഡറൽ റിസർവ് ചെയർമാനായിട്ട് ചുമതലയേറ്റുള്ള കെവിൻ വാർഷ് അദ്ദേഹം പലിശ നിരക്ക് കുറക്കുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും ഒടുവിൽ ചില പ്രസ്താവനകൾ നടത്തിയായിട്ട് കാണാം. അപ്പോൾ അദ്ദേഹം അവിടെ ഉറപ്പിച്ച് പറയുന്നത് ഉടൻ ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകളിൽ നിന്നുള്ള ശക്തമായ ഒരു പിന്മാറ്റമാണ്. ഇപ്പോൾ പോർച്ചുഗലിൽ നടക്കുന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് കോൺഫറൻസിൽ സംസാരിക്കവെയാണ് അദ്ദേഹം US-ന്റെ ആ ഒരു ഇൻഫ്ലേഷൻ 2% എത്തിക്കുക എന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഫെഡ് റിസർവ് 2% മുകളിലുള്ള ഒരു ഇൻഫ്ലേഷൻ അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ നിരാശപ്പെടേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുകയാണ് അവരുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. റേറ്റ് കട്ട് വിദൂരമായ ഒരു സാധ്യതയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു നിലപാടിനോട് അദ്ദേഹം പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഫെഡ് റിസർവ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നുമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഫെഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് കെവിൻ വാർഷ് പരിഗണിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം റേറ്റ് കട്ടിന് അനുകൂലിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഡോവിഷ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒഫീഷ്യലായിട്ട് ചുമതലയേറ്റ ശേഷം അദ്ദേഹം ഇപ്പോൾ ഹോക്കിഷ് ആയിട്ടുള്ള കടുത്ത നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് ഇറാൻ സംഘർഷങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള ഗ്ലോബലായിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചതും ഇൻഫ്ലേഷൻ വർദ്ധിച്ചതുമൊക്കെയാണ് അദ്ദേഹത്തെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂലൈയിൽ നടക്കാനിരിക്കുന്ന അടുത്ത ഫെഡ് മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മാർക്കറ്റ് അനലിസ്റ്റുകൾ കയറുന്നത് ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തോടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയേക്കാമെന്നാണ്. അപ്പോൾ ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നവർക്കുള്ള വലിയൊരു തിരിച്ചടിയാണ്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച US മാർക്കറ്റിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവധിയാണ്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന US നോൺ ഫാം പേറോൾ ഡാറ്റ അതൊരു പ്രധാനപ്പെട്ട ജോബ് ഡാറ്റയാണ്. അത് വളരെ നിർണായകമായ ഒരു ഡാറ്റ ആയിരിക്കും. കാരണം ഈ ഒരു NFP ഡാറ്റ 1 ലക്ഷം മുതൽ 1,14,000 വരെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് മാർക്കറ്റ് പൊതുവെ കണക്കുകൂട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ മെയ് മാസത്തിൽ അത് 1,72,000 ആയിരുന്നു. ഇപ്പോൾ പുതിയ ഫെഡ് ചെയർമാൻ കെവിൻ വാർഷ് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ വിമുഖത കാണിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഡാറ്റകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാറ്റ 1 ലക്ഷത്തിന് താഴെയാണ് വരുന്നതെങ്കിൽ അമേരിക്കൻ ജോബ് മാർക്കറ്റ് ദുർബലമാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറക്കാൻ തയ്യാറാവും. അപ്പോൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. എന്നാൽ ഡാറ്റ 1,30,000 മുകളിലൊക്കെ വന്നാൽ ജോബ് മാർക്കറ്റ് ശക്തമാണെന്നും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ അത് ഫെഡ് ചെയർമാന് കൂടുതൽ പ്രചോദനം നൽകും. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വരാൻ പോകുന്ന ഈ ഒരു ഡാറ്റ വളരെ നിർണായകമാണ്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ള ഇന്ത്യ ജപ്പാൻ ആനുവൽ സമ്മിറ്റിൽ PM നരേന്ദ്രമോദിയും അതുപോലെ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള സനാത തെക്കാച്ചിയും വളരെ നിർണായകമായ ചില കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 10 ട്രില്യൺ yen ഏകദേശം 5.5 ലക്ഷം കോടിയിലധികം രൂപയുള്ള സ്വകാര്യ നിക്ഷേപങ്ങൾ
നടത്താനാണ് ജപ്പാൻ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഇന്ത്യയും ജപ്പാനും ഒന്നിച്ച് ഈ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ആദ്യ പദ്ധതി ഓൾറെഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്കായി അത്യാധുനിക നാവൽ റേഡിയോ ആൻറ്റിന ഇരു രാജ്യങ്ങളും ചേർന്ന് നിർമ്മിക്കും. കൂടാതെ ആഗോള ചിപ്പ് മാർക്കറ്റിലെ പ്രതിസന്ധികൾ മറികടക്കാൻ സുരക്ഷിതമായ സെമി കണ്ടക്ടർ സപ്ലൈ ചെയിൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയ്ക്കായി ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയിരിക്കുകയാണ്. കൂടാതെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ 1000 ബയോഗ്യാസ് ജൈവവള പ്ലാന്റുകൾ സ്ഥാപിക്കാനും ജപ്പാൻ സഹായിക്കും. കൂടാതെ LNG സുരക്ഷാ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. കൂടാതെ ഇന്ത്യയുടെ ഉൽപ്പാദനശേഷിയും ജപ്പാന്റെ ഗുണനിലവാരവും സംയോജിപ്പിച്ചുകൊണ്ട് മെഡിക്കൽ ഡിവൈസുകളും ഫാർമ ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കരാറുകൾ വരുന്നത് സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ പല കമ്പനികൾക്കും അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യുദ്ധക്കപ്പലുകൾക്കായിട്ടുള്ള ഈ നാവൽ ആൻറ്റിന പ്രൊജക്റ്റ് അത് പ്രഖ്യാപിച്ചതിനാൽ അവിടെ വലിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികളിലൊന്ന് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. കപ്പലുകളിലെ റഡാർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്ന ഒരു മുൻനിര കമ്പനിയാണിത്. കൂടാതെ മസഗാൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള സ്റ്റോക്കുകൾക്കും ഇത് പ്രയോജനപ്പെടും. അതുപോലെ 1000 ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പ്രഖ്യാപനം പ്രാജ് ഇൻഡസ്ട്രീസ് പോലെയുള്ള ബയോ എനർജി എത്തനോൾ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിലെ ലീഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാണ്. അതുപോലെ അദാനി ടോട്ടൽ ഗ്യാസ്, ഗെയിൽ പോലെയുള്ള കമ്പനികൾക്കും ഇത് പോസിറ്റീവാണ്. ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റിനും വിവിധ മെട്രോ പ്രൊജക്റ്റുകൾക്കും ജപ്പാന്റെ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ തുടരുമെന്നും ഉറപ്പായിട്ടുണ്ട്. അവിടെ ലാർസൻ ആൻഡ് ടൂബ്രോ പോലെയുള്ള സ്റ്റോക്കുകൾ അത് പോസിറ്റീവാണ്. അതുപോലെ BEML മെട്രോ റെയിൽവേ കോച്ചുകൾ നിർമ്മിക്കുന്ന ഈ ഒരു പൊതുമേഖലാ സ്ഥാപനവും ലൈംലൈറ്റിലേക്ക് വരും. കൂടാതെ ജപ്പാൻ കമ്പനിയായ സുസുക്കിയുടെ പങ്കാളിത്തമുള്ള മാരുതിക്ക് ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ ശക്തമാകുന്നത് അവരുടെ EV ഘടകങ്ങളുടെ ഇറക്കുമതിക്കും സാങ്കേതിക വിദ്യ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനും കൂടുതൽ സഹായകരമാകും. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും. അടുത്ത മറ്റൊരു റിപ്പോർട്ട് നമ്മൾ കാണുന്നത് ICICI സെക്യൂരിറ്റീസിൻ്റേതാണ്. അവർ ഡാറ്റാ സെൻറ്ററുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ ഇന്ത്യ വെറുമൊരു ഡാറ്റ കൺസ്യൂമർ എന്ന നിലയിൽ നിന്നും മാറിയിട്ട് ലോകത്തിൽ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ ഹബ്ബുകളിൽ ഒന്നായിട്ട് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിലും യൂറോപ്പിലും ഡാറ്റാ സെൻറ്ററുകൾ സ്ഥാപിക്കാനുള്ള ലിമിറ്റേഷൻസ് നേരിടുന്ന സമയത്താണ് ഇന്ത്യ ഈ ഒരു അവസരം മുതലെടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികൾ ഇന്ത്യയിൽ വൻതോതിലുള്ള പണമാണ് നിക്ഷേപിക്കുന്നത്. ഇപ്പോൾ ആമസോൺ 2026, 2030 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ ക്ലൗഡ് AI സേവനങ്ങൾക്കായിട്ട് $48 ബില്യൺ ഒരു നിക്ഷേപമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗൂഗിൾ ആണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ വലിയൊരു ആർട്ടിഫിഷ്യൽ ഹബ്ബ് സ്ഥാപിക്കാൻ $15 ബില്യൺ നിക്ഷേപിക്കുകയാണ്. അതുപോലെ മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലെ ക്ലൗഡ് AI ഇൻഫ്രാസ്ട്രക്ചറിനായിട്ട് ഏകദേശം $17.5 ബില്യൺ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവ കൂടാതെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ പിന്തുണയുള്ള എയർ ട്രങ്ക് പോലെയുള്ള വലിയ ഡാറ്റാ സെൻറ്റർ കമ്പനികളും ഇന്ത്യയിൽ 3 ലക്ഷം കോടിയിലധികം രൂപയുടെ ഒരു വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ് ധാരാളം ഇളവുകൾ ഡാറ്റാ സെൻറ്ററുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഡാറ്റാ സെൻറ്ററുകൾ വഴി അന്താരാഷ്ട്ര ബിസിനസ് നടത്തുന്ന വിദേശ ക്ലൗഡ് കമ്പനികൾക്ക് 2047 വരെ പൂർണ്ണമായിട്ടുള്ള നികുതി ഇളവാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്ററുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ പദവി നൽകിയത് വഴി കമ്പനികൾക്ക് കുറഞ്ഞ ചെലവിലുള്ള ബാങ്ക് ലോണുകൾ ലഭിക്കാനും അത് സഹായിക്കും. അതുകൂടാതെ ഇന്ത്യക്കാരുടെ ഡാറ്റ ഇന്ത്യക്കുള്ളിൽ തന്നെ സൂക്ഷിക്കണമെന്ന നിയമം ഉള്ളതുകൊണ്ട് ഡൊമസ്റ്റിക്കലായിട്ട് ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഡാറ്റാ സെൻറ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള പവർ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള എഫേർട്ടുകളാണ് ഗവൺമെൻറ് എടുക്കുന്നത്. അതുകൂടാതെ സബ് സീ കേബിൾ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കേബിൾ സിസ്റ്റങ്ങളുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ചില വെല്ലുവിളികൾ ഇന്ത്യ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റാ സെൻറ്റർ വളർച്ച യാഥാർത്ഥ്യമാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി വൈദ്യുതി ഉപയോഗം തന്നെയാണ്. ഡാറ്റാ സെൻറ്ററുകൾക്ക് വൻതോതിൽ വൈദ്യുതി ആവശ്യമാണ്. 2030 ഇന്ത്യയിലെ ആകെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ 3% ഇവർക്കായിട്ട് മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്പനികൾ സ്വന്തമായിട്ട് സോളാർ, വിൻഡ്, റിന്യൂവബിൾ എനർജികൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡാറ്റാ സെൻറ്ററുകളിലെ ചൂട് കുറയ്ക്കാനുള്ള കൂളിംഗ് സിസ്റ്റത്തിന് കോടിക്കണക്കിന് ലിറ്റർ വെള്ളവും ആവശ്യമാണ്. നിലവിൽ ഇന്ത്യയിലെ പകുതിയിലധികം ഡാറ്റാ സെൻറ്ററുകളും ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലാണുള്ളത് എന്നുള്ളതും ഒരു ആശങ്കയാണ്. ഏതായാലും ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയായി ഡാറ്റാ സെൻറ്ററുകൾ മാറുമെന്നുള്ള വാർത്തയാണ്. കൂടാതെ ഇന്ത്യയിലെ ഈ ഡാറ്റാ സെൻറ്റർ റെവല്യൂഷൻ ഒരു കമ്പനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കാൻ സ്ഥലം വേണം, കെട്ടിടങ്ങൾ വേണം, സെർവറുകൾ വേണം, വലിയ തോതിൽ വൈദ്യുതി വേണം, കൂടാതെ കൂളിംഗ് സിസ്റ്റങ്ങൾ വേണം, കേബിളുകൾ വേണം. അപ്പോൾ ആ മേഖലകളിലൊക്കെയുള്ള സ്റ്റോക്കുകൾക്ക് ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കാനാവും.
ഇനി നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യാവുന്ന രണ്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് സെൻസാർ ടെക്നോളജിയാണ്. ഇന്ന് 10% കൂടുതൽ ഒരു മുന്നേറ്റം ഈ സ്റ്റോക്ക് നടത്തിയതായിട്ട് കാണാം. അതിൻ്റെ ടെക്നിക്കലായിട്ട് ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. വോളിയം സാധാരണ ആഴ്ചയേക്കാൾ 32 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. 50-ഡേ മൂവിംഗ് ആവറേജിന് മുകളിലേക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കറക്ഷനിലായിരുന്ന ഈ ഒരു IT സ്റ്റോക്കിൽ ഇന്ന് വൻതോതിലുള്ള വോളിയത്തോടുള്ള ഒരു ബൈങ് മൊമെൻ്റമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നിലവിലുള്ള ഈ ഹൈയിൽ നിന്നും ഒരു പുൾ ബാക്ക് നടക്കുമ്പോൾ 460-470 റേഞ്ച് നല്ലൊരു എൻട്രി പോയിന്റ് ആയിരിക്കും. അതുപോലെ 510-520 എന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് വെച്ചുകൊണ്ട് ഒരു സ്വിങ്ങിന് വേണ്ടി ഇത് പരിഗണിക്കാവുന്നതാണ്. 440 ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ടും പരിഗണിക്കാം. 1:2.5 എന്നുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് ഈ സ്റ്റോക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് 350-390 എന്നുള്ള ആ ഒരു സപ്പോർട്ട് റേഞ്ച് നിൽക്കുകയായിരുന്ന ഈ സ്റ്റോക്ക് ഇന്ന് 419 എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ മുന്നേറ്റവും EV ബാറ്ററികളുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് വാർത്തകൾ എക്സൈഡിന് എപ്പോഴും ഒരു കരുത്തായി നിൽക്കുകയാണ്. അപ്പോൾ ആ സപ്പോർട്ട് ലെവലിൽ നിന്നും കൃത്യമായൊരു റീബൗണ്ട് കാണിക്കുന്നതിനാൽ ഒരു റിസ്ക് കുറഞ്ഞ ഒരു സ്വിംഗ് ട്രേഡ് ഇത് അനുയോജ്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 415-420 ഒരു എൻട്രി പോയിൻ്റാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് കാണുന്നത് 445-450 എന്നുള്ള ഒരു റേഞ്ചാണ്. 395 എന്നുള്ള ഒരു സ്റ്റോപ്പ് ലോസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. 1:2 എന്നുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും ഒരു ഭയങ്കര റെക്കമെൻഡേഷൻ അല്ല. പക്ഷേ ഈ സ്റ്റോക്കുകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയുകയാണ്. ഇനി നമ്മൾ നിഫ്റ്റി ലെവലുകളിലേക്ക് വന്നാൽ ഇന്ന് പുട്ട് കോൾ റേഷ്യോ കാണുന്നത് 1.32 എന്ന ലെവലിലാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ വലിയ ഒരു സപ്പോർട്ടായി നിൽക്കുന്നത് 24,000 എന്നുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസാണ്. അപ്പോൾ ഇവിടെ വൻതോതിലുള്ള പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. അതുപോലെ ഇന്ന് 24,100 കടന്നുകൊണ്ട് നിഫ്റ്റി മുന്നേറിയത് കൊണ്ട് തന്നെ അടുത്ത ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 24,200 ഈ 24,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ 24,200 മറികടക്കാൻ ഒരുപക്ഷെ നിഫ്റ്റിക്ക് സാധിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.